നമസ്തേ. മാർപ്പാപ്പയെയും മോദിയെയും പരിഹസിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക പേജിൽ പരാമർശം. ഒടുവിൽ പോപ്പിന് ദൈവത്തെ കാണാൻ അവസരം കിട്ടിയതാണ് ഇരുവരുടെയും കൂടിക്കാഴ്ചയുടെ ഫോട്ടോ പങ്കുവച്ച KPCC ഔദ്യോഗിക എക്സ് ഹാൻഡിലിൽ കുറിപ്പിട്ടത്. കുറിപ്പ് വിവാദമായതോടെ അത് പിൻവലിച്ചെങ്കിലും അതുണ്ടാക്കിയ പുകിൽ കെട്ടടങ്ങിയിട്ടില്ല. പ്രഥമ ദൃഷ്ട്യാ അന്ധമായ മോദി വിരോധമാണ് ഇത്തരമൊരു കുറിപ്പിന് ആധാരമെങ്കിലും കത്തോലിക്കക്കാരുടെ ആത്മീയ നേതാവ് എന്നതിനുപരി ലോകാരാധ്യനായ ഒരു വ്യക്തിയെ അധിക്ഷേപിക്കും വിധം ആ പരാമർശം മാറിയത് കോൺഗ്രസിനുണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല. ജന ഡിബേറ്റ് പരിശോധിക്കുന്നു. പോപ്പ് എന്ത് പിഴച്ചു കോൺഗ്രസെ? കോൺഗ്രസ് വക്താവ് ഡോക്ടർ P. സരിൻ, BJP വക്താവ് MK നാരായണൻ നമ്പൂതിരി, രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകരായ വിദ്യാസാഗർ ഗുരുമൂർത്തി, പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ നാരായണൻ നമ്പൂതിരി, മോദി മാർപ്പാപ്പ കൂടിക്കാഴ്ച കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ച് 18ാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഭാരതത്തിലെ ക്രൈസ്തവ BJP മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയത്തോട് അനുഭാവപൂർണമായ നിലപാട് എടുക്കുന്നു. എന്തിനധികം കേരളത്തിലെ പരമ്പരാഗത ക്രൈസ്തവ വോട്ടുകൾ ഇക്കുറി കോൺഗ്രസ്സിന് പ്രതീക്ഷിച്ചതുപോലെ ലഭിച്ചില്ല. റോമൻ കത്തോലിക്ക വിഭാഗത്തിൻ്റെ മേൽക്കൈയുള്ള തൃശ്ശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി 75,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാനാവുന്നില്ല. അതിലുള്ള അമർഷവും പ്രതിഷേധവുമല്ലേ ഇത്തരമൊരു കുറിപ്പിലേക്ക് നയിച്ചത്? കോൺഗ്രസിൻ്റെ എക്സ് ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ, കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് നേതാക്കന്മാരുടെയും എക്സ് ഹാൻഡിലുകൾ പരിശോധിക്കുമ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കൊരു മാനസിക നില തെറ്റിയ ഒരവസ്ഥയിലാണ് അവരുടെ പല എക്സ് പോസ്റ്റിങ്ങും വരുന്നത്. ഇപ്പോൾ പോപ്പ് ദൈവത്തെ കണ്ടു അവസാനം എന്നുള്ള രീതിയിൽ കോൺഗ്രസ് ഇട്ട പോസ്റ്റ്, BJPയുടെ ആദരണീയനായ അധ്യക്ഷൻ K. സുരേന്ദ്രനും BJPയുടെ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യനും ഉൾപ്പെടെയുള്ള ആളുകൾ അതിനെതിരെ എക്സിൽ കുറിപ്പ് ഇട്ടതിന് ശേഷം അവരത് പിൻവലിച്ചു മാപ്പ് പറഞ്ഞു. പക്ഷേ ഈ മാപ്പ് പറയുമ്പോഴും പോപ്പ് ദൈവത്തെ കണ്ടു എന്ന് പറഞ്ഞതിലേ മാപ്പുള്ളൂ. അവർ BJPയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന കാര്യത്തിൽ അവർക്ക് മാപ്പ് പറയുന്നില്ല, അതിൽ അവർക്ക് പിന്നോട്ട് പോകുന്നുമില്ല എന്നാണ് പറയുന്നത്. ഇതൊരു കോൺഗ്രസ് ഒരു വല്ലാത്തൊരു എന്താ പറയണ്ടേ, ഒരു അപകടസന്ധിയിൽ നിൽക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഇത്തരം ഈ എക്സ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ നിലപാടുകൾ, അവരുടെ താല്പര്യങ്ങളൊക്കെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് സമയത്തടക്കം അവരുടെ ഹാൻഡിലുകൾ വ്യാപകമായി കള്ളം പ്രചരിപ്പിക്കുന്നു, വ്യാപകമായി ഈ ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ തരത്തിൽ വർഗീയത ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിന് ശേഷം ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ മറ്റ് ലോക നേതാക്കന്മാർക്കെല്ലാം കേവലം ഒരു ഷെയ്ക്ക് ഹാൻഡ് മാത്രം കൊടുത്തപ്പോൾ പോപ്പ് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിക്കുകയും നരേന്ദ്രമോദി പോപ്പിനെ ഇന്ത്യയിലേക്ക് വീണ്ടും ക്ഷണിക്കുകയും ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലെ ക്രിസ്തുമത വിശ്വാസികൾ BJPയോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടുത്തതിനേക്കാൾ കൂടുതൽ വീണ്ടും അടുക്കാൻ പോകുന്നു, കൂടുതൽ ആളുകൾ BJPയെ തിരിച്ചറിയാൻ പോകുന്നു എന്ന ഒരു ഭയത്തിൽ നിന്നാവാം ഇത്തരമൊരു പോസ്റ്റ് ഉത്ഭവിച്ചത്. പക്ഷെ ഇത് കോൺഗ്രസിൻ്റെ കാലങ്ങളായിട്ടുള്ള സമീപനം ഇതാണ്. ഇന്ന് പെരുന്നാളാണ്. ഈ പെരുന്നാളിന് തെലങ്കാനയിലെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ബലിപ്പെരുന്നാൾ ആശംസ എന്ന് പറയുന്നത് ഒരു മുസ്ലിം ദേവാലയത്തിൻ്റെ മീനാരത്തിൻ്റെ പുറകിൽ ഒരു പശുവിൻ്റെ പടം വെച്ചുകൊണ്ടാണ്. എന്താണ് പശുവും പെരുന്നാളുമായിട്ടുള്ള ബന്ധം? ഇപ്പം തെലങ്കാനയിൽ ഈ പശു മീനാരത്തിൻ്റെ പുറകിൽ പശുവിൻ്റെ ഒരു ചിത്രവും കൂടി വെച്ച് ഒരു
ബലിപ്പെരുന്നാൾ ആശംസ നേരുന്നത് വഴി എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? ഇത് ഒരർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ബാധകമാണ്. 9 രാജ്യസഭാ എം പിമാരുള്ളതിൽ 5 പേർ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്ന് പറയുമ്പോൾ 9 രാജ്യസഭാ എം പിമാർ 3 രാജ്യസഭാ എം പിമാരെ കൊടുക്കുന്നതിൽ 3 പേരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണെന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഹിന്ദു സമൂഹത്തിനോട് ഇവർ കാണിക്കുന്ന ഒരു ചിറ്റമ്മ നയമുണ്ടല്ലോ, ആ ചിറ്റമ്മ നയം കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൻ്റെ കൂടി ഭാഗമാണ്, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കൾച്ചറിൻ്റെ കൂടി ഭാഗമായി മാറിയിരിക്കുന്നു. അഖിലേന്ത്യാ തലത്തിൽ അവർ ന്യൂനപക്ഷങ്ങളെ ഒന്നിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നത് പോലെ ഈ കേരളത്തിലും അത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ക്രിസ്തുമതമല്ല ഇസ്ലാമാണ് എന്ന തിരിച്ചറിവ് അല്ലെങ്കിൽ അത്തരമൊരു ബോധ്യത്തിലൂടെയാണ് കോൺഗ്രസ് പോകുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ പറഞ്ഞത് ഇത് തീവ്രവാദ അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികളുടെ പ്രേരണയാണ് ഈ പോസ്റ്റിന് പിന്നിൽ നിന്ന്. കാരണം അത് പോപ്പിനെ അപലപിക്കുന്നതാണ്, അത് ക്രിസ്തുമത വിശ്വാസത്തെ അപലപിക്കുന്നതാണ്, അത് ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് വരുന്ന ക്രിസ്തുമത വിശ്വാസികളുടെ അഭിമാനത്തെ തകർക്കുന്നതാണ്. അത് കേവലം ഒരു മാപ്പ് പറച്ചില്ല, ഇത് അവരുടെ കൾച്ചറായി മാറിയിട്ടുണ്ട് കോൺഗ്രസിന്റെ. ഞാൻ ആമുഖമായി ഇത്രയേ പറയുന്നുള്ളൂ. യെസ്, ഡോക്ടർ സരിൻ, ഒടുവിൽ പോപ്പിന് ദൈവത്തെ കാണാൻ അവസരം കിട്ടിയെന്ന കുറിപ്പിലൂടെ കേരളത്തിലെ കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താണ് നിങ്ങൾ അർത്ഥം വെക്കുന്നത്? നിങ്ങൾ ആരെ ലാക്കാക്കിയാണ് ഈ അസ്ത്രം തൊടുത്തു വിട്ടത്? ഒരു വെടിക്ക് 2 പക്ഷി, അതാണോ കോൺഗ്രസിൻ്റെ ലക്ഷ്യം? അനിൽ, എല്ലാവർക്കും നമസ്കാരം. ലോക്സഭാ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ജനം ടി വിയിൽ ഒരു ഡിബേറ്റിന് വരാൻ കിട്ടിയ അവസരത്തിൽ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. ഞാൻ ജനം ടി വിയിൽ ഈ ഡിബേറ്റിൻ്റെ വിഷയം വെച്ചപ്പോൾ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണയ്ക്ക് എന്തെങ്കിലും ഇടയുണ്ടെങ്കിൽ അത് മാറ്റാൻ എന്നെ കൊണ്ടാവുന്ന വിധം കോൺഗ്രസ് എന്താണ് ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി, ഇന്നിപ്പോൾ ചർച്ചയ്ക്കെടുത്ത വിഷയവുമായി ബന്ധപ്പെടുത്തി എന്താണ് നിലപാടെടുത്തത് എന്ന് പറയാനും ക്രിയേറ്റീവായിട്ടുള്ളൊരു ചർച്ചയ്ക്കുമാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനം ടി വിയുടെ പ്രേക്ഷകർ ഈ ചർച്ച കാണുമ്പോൾ എന്താണ് കോൺഗ്രസ് ചെയ്തത് എന്നൊന്ന് ആദ്യം വിലയിരുത്തുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട BJPയുടെ വക്താവ് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചതും ഇനി മറ്റുള്ളവരും അതുപോലെ തന്നെ അനിലും എല്ലാം ചർച്ചയ്ക്ക് എടുക്കുന്നതുമായ വിഷയങ്ങളിൽ വസ്തുനിഷ്ഠമായിട്ടുള്ള ഒരു അഭിപ്രായം രൂപീകരിക്കാൻ ശ്രമിക്കും എന്ന് പ്രത്യാശിക്കുകയാണ്. G7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് 7 എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ പഠിച്ച എന്താ പറയുക ലോകരാഷ്ട്രങ്ങളുടെ ചരിത്രവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നയതന്ത്ര കാര്യപരിപാടികളും വെച്ച് നോക്കുമ്പോൾ ഈ G7-ൽ 7 രാജ്യങ്ങളാണ് അംഗങ്ങളായിട്ടിരിക്കുന്നത്. ഈ G7-ൽ 7 രാജ്യങ്ങൾ അംഗങ്ങളായിരിക്കുന്നത് ഓർമ്മയിലേക്ക് പെട്ടെന്ന് വരാൻ വേണ്ടി 2ാം ലോക മഹായുദ്ധത്തിൽ 2 ചേരികളിലായി നിന്ന് മത്സരിച്ച യുദ്ധം ചെയ്ത 3 രാജ്യങ്ങൾ, അതായത് ഇറ്റലിയും ജപ്പാനും അതുപോലെ തന്നെ ജർമ്മനിയും ഒരു വശത്തും, അതുപോലെ UK, USA, അതുപോലെ ജർമ്മനി, ഫ്രാൻസ് മറൊരു വശത്തും ഉള്ള ഒരു സംഘടനയാണ് G7 ഗ്രൂപ്പ് ഓഫ് 7 എന്ന് പറയുന്നത് എന്ന് ആദ്യം മനസ്സിലാക്കുക. കാനഡയും കൂടി അതിലേക്ക് വരുന്നതോടുകൂടി 7 രാജ്യങ്ങളുടേതായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് 7 കൺട്രീസിന്റെ ഉച്ചകോടി നടക്കുന്നതിലേക്ക് തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം നരേന്ദ്രമോദി അതിന്റെ ബൈലാറ്ററൽ ഡിസ്കഷൻസ് നടക്കുന്ന വേദിയിലേക്ക് ലോകരാഷ്ട്രങ്ങളിലെ G20-യിൽ നിന്നുള്ള മറ്റ് 13 രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും, ഇത് നടക്കുന്നത് ഇറ്റലിയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ തൊട്ടടുത്തുള്ള വത്തിക്കാനിൽ നിന്ന് പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ പോപ്പും ഒക്കെ പങ്കെടുക്കുന്ന ഒരു മൾട്ടിലാറ്ററൽ ആയിട്ടുള്ള ഡിസ്കഷൻ ആയിട്ടുള്ള നടക്കുന്ന ഒരു വേദി കൂടി അതിനോടൊപ്പം ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി അദ്ദേഹം G7 ലോകരാജ്യങ്ങളുടെ ചർച്ചയ്ക്ക് അദ്ദേഹം ക്ഷണിക്കപ്പെട്ട് പോകുമ്പോൾ അദ്ദേഹം G7-ൽ ഒരു അംഗമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ബോധപൂർവമായ ശ്രമം ആവർത്തിച്ച് ട്വിറ്ററിൽ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ സ്പഷ്ടമായി പറയാമായിരുന്നു G7 എന്ന് പറയുന്ന ചർച്ച നടക്കുന്നതിന്റെ ഭാഗമായി ക്ഷണിക്കപ്പെട്ട് തന്നെയാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് എന്നും അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന പല ചർച്ചകളും അതിന്റെ സൈഡ് ലൈൻസിൽ നടക്കാൻ എല്ലാ തവണയും ഓരോ 2 വർഷം കൂടുമ്പോഴും നടക്കുന്ന ഈ ഉച്ചകോടിയിൽ അങ്ങനെ ചർച്ചകൾ നടക്കാറുമുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിദേശ വിസിറ്റ് കൂടിയാണ്. അദ്ദേഹം അവിടെയും പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നത് ഈ ഇന്ത്യയുടെ സ്റ്റേച്ചർ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെ പോലെ അദ്ദേഹം നടുവിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ കിട്ടിയ ഒരു അവസരം, നമ്മൾ കൊച്ചു കുട്ടികളൊക്കെ പങ്കെടുക്കുമ്പോൾ പരിപാടിയിൽ ഏറ്റവും നടുവിൽ നിൽക്കാൻ കിട്ടുന്ന അവസരത്തെ കാണുന്നത് പോലെ ആ ഫോട്ടോയുടെ ഏറ്റവും ഒത്ത നടുവിൽ അദ്ദേഹത്തിന് നിൽക്കാനുള്ള അവസരം കിട്ടിയതിനെ പോലും
സോഷ്യൽ മീഡിയയിൽ PR വർക്കിന് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോൺഗ്രസ് പറയാൻ ശ്രമിച്ചത്, നേരത്തെ BJPയുടെ പ്രിയപ്പെട്ട വക്താവ് അത് സൂചിപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ചർച്ചയിൽ ജോയിൻ ചെയ്യാൻ ഒരു ലേശം വൈകിയിരുന്നു. നമ്മൾ പറഞ്ഞത് യഥാർത്ഥത്തിൽ ബയോളജിക്കൽ അല്ല എന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി അദ്ദേഹം തന്നെ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള ദൈവം ഇന്ത്യയുടെ ജനങ്ങളെ സഹായിക്കുന്നതിനും സേവിക്കുന്നതിനും വേണ്ടി അയച്ചതാണ് എന്നും എൻ്റെ ജന്മം ബയോളജിക്കൽ അല്ല എന്നും എൻ്റെ അമ്മയുടെ മരണശേഷമാണ് അതെനിക്ക് കൂടുതൽ വെളിപ്പെട്ടത് എന്നും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ദൈവപുത്രനായി ഇന്ത്യയിലേക്ക് അവതരിച്ച് അഡാനിക്കും അംബാനിക്കും വേണ്ടി എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ദൈവം അദ്ദേഹത്തെ ഇങ്ങോട്ട് നിയോഗിച്ചിരിക്കുന്നത് എന്ന് നിരന്തരം നമ്മൾ ഇലക്ഷന് മുന്നേയും ചോദിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടർ സരീൻ, ഒറ്റ കാര്യം ഞാനൊന്ന് ഇടപെടുകയാണ്. മോദി എപ്പോഴാണ് അദ്ദേഹം ദൈവമാണ് എന്ന് പറഞ്ഞത്? എപ്പോഴാണ്, എവിടെയാണ് പറഞ്ഞത്? ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹം പറഞ്ഞത് പരമാത്മാനെ കുച്ച് പർപ്പസ് കെ ലിയേ മുझे भेजा है. അതിൻ്റെ അർത്ഥം ദൈവം എന്തോ ഒരു നിയോഗത്തിനാണ് എന്നെ അയച്ചത്, അല്ലേ? ഞാൻ ദൈവമാണ് എന്ന് മോദി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? സാറിന് വേണമെങ്കിൽ എന്നെ തിരുത്താം. അതെ, മോദി അല്ല അനിൽ, വളരെ പ്രസക്തമായ ചോദ്യമാണ്. മോഡി സ്വയം പറഞ്ഞിട്ടില്ല ദൈവം എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എന്നുള്ളത് അനിലിന്റെ ഈ ചോദ്യത്തിൽ നിന്ന് തന്നെ ഞാൻ വളരെ വ്യക്തമായിട്ട് മറുപടിയും തരുന്നു. പക്ഷെ അദ്ദേഹം ദൈവതുല്യനാണ് എന്നും ദൈവം തന്നെയാണ് എന്നും JP നഡ്ഡയും BJPയുടെ ദേശീയ അധ്യക്ഷനാണ്. ഇനി അതെവിടെയാ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞ വേദിയും പ്രസംഗവും ഒക്കെ പറഞ്ഞു തരാം, എല്ലാം പറഞ്ഞു തരാം. മറ്റ് പല BJPയുടെ ദേശീയ നേതാക്കളും മോഡി ദൈവമാണ് എന്നും ആ ദൈവത്തോടൊപ്പം നിൽക്കുന്നതാണ് വിശ്വഗുരു എന്നുള്ളതൊക്കെ മാറ്റിയിരുന്നു. വളരെ സൗകര്യപൂർവ്വം ഇലക്ഷൻ നടക്കുന്ന സമയത്തെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അനിൽ. പക്ഷേ വിശ്വഗുരു എന്നുള്ളത് ഇലക്ഷന് മുന്നേ എങ്ങനെയൊക്കെ ആക്കി മാറ്റണം എന്നുള്ളത് പോലും BJPയുടെ നറേറ്റീവിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. എല്ലാ BJP നേതാക്കളും ദൈവത്തെ പോലെ തന്നെ മോഡിയെ കാണണമെന്നും ദൈവമാണ് മോഡി എന്നും പറയുന്ന എത്രയോ പ്രസംഗങ്ങൾ ഇപ്പോഴും ഞാൻ വേണമെങ്കിൽ അനിലിന്റെ ഫോണിലേക്ക് അയച്ചു തരാം. മോഡി ഇന്റർവ്യൂവിൽ പറഞ്ഞ വാക്ക് അനിൽ പറഞ്ഞത് തന്നെയാണ്, മാറ്റമൊന്നുമില്ല. അത് ഞാനും അത് തന്നെ അംഗീകരിക്കുന്നു. പരമാത്മാവാണ് എന്നെ അയച്ചിരിക്കുന്നത്. ദൈവം അയക്കുന്ന ദൈവപുത്രൻ എന്നുള്ളതിനും അപ്പുറം മറ്റെന്തൊരർത്ഥമാണ്? അല്ലെങ്കിൽ അവതാര പുരുഷന്മാർ എന്നുള്ള രീതിയിൽ ദൈവം ഭൂമിയിൽ മോദി എവിടെയെങ്കിലും നേതാക്കന്മാരോട് പറഞ്ഞോ, നിങ്ങൾ ഈ വേദികളിലൊക്കെ പൊതുയോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ എന്നെ ദൈവം എന്ന് വിശേഷിപ്പിക്കണമെന്ന് ഏതെങ്കിലും നേതാവിനോട് മോദി ആജ്ഞാപിച്ചോ, നിർദ്ദേശിച്ചോ? ഞാൻ അത് അങ്ങനെ എൻ്റെ വാക്കുകളിലും ഞാൻ അനിലിനോടും തർക്കിക്കാൻ വന്നില്ലല്ലോ അനിൽ. ഞാൻ അങ്ങനെ തർക്കിച്ചിട്ടുമില്ല. എല്ലാ ദേശീയ നേതാക്കളും ആവർത്തിച്ച് അവരുടെ തെരഞ്ഞെടുപ്പ് പ്രസംഗങ്ങളിൽ മോഡി ദൈവമാണ് എന്നും ആ ദൈവത്തിനോടൊപ്പം നിൽക്കേണ്ടുന്ന ഇലക്ഷനാണ് എന്നും ആവർത്തിച്ച് പറഞ്ഞതിന്റെ വീഡിയോ റെക്കോർഡിങ്ങും കാര്യങ്ങളും ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. JP നഡ്ഡ അടക്കം മോഡി അദ്ദേഹത്തിന്റെ സ്വന്തം ഇന്റർവ്യൂവിൽ ദൈവം എന്നെ അവതാര പുരുഷനായിട്ട് അയച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് ദൈവത്തോളം തന്നെ ദൈവമായി തന്നെ കാണേണ്ടുന്ന ഒരാളാണ് എന്ന് പരുത്തി തീർക്കാൻ ശ്രമിച്ചതിനെ വളരെ നിഷ്കളങ്കമായി നമ്മൾ ട്രോളി എന്നുള്ളത് സത്യമാണ്. അത് ട്രോള് തന്നെയാണ്. മോഡി എന്ന് പറയുന്ന ബയോളജിക്കൽ അല്ലാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് ഞങ്ങൾക്ക് പറയാനുള്ള ട്രോള് തന്നെയായിരുന്നു അത്. അതിൽ യാതൊരു തർക്കവുമില്ല. അത് വസ്തുതയായി തന്നെ നിലനിൽക്കുന്നു. അതോടൊപ്പം അതിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ മതവിശ്വാസികളും നമ്മുടെ ലോകത്തെ ജനത മുഴുവനും തന്നെ ആരാധ്യനായി കാണുന്ന പോപ്പ് എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പ, അദ്ദേഹത്തിന്റെ വന്ധ്യവയോധികനായ ആ പോപ്പിന്റെ ആ സാമീപ്യത്തിൽ അങ്ങനെ പറയുമ്പോൾ, പോപ്പ് ദൈവത്തെ കണ്ടു എന്ന് പറയുമ്പോൾ അതിനെ വളച്ചൊടിക്കാനുള്ള എല്ലാ തരത്തിലുമുള്ള BJPയുടെ, പ്രത്യേകിച്ച് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അത് തുടങ്ങി വെച്ചത്, അമിത് മാളവ്യ. നിങ്ങളുടെ ദേശീയ തലത്തിൽ അതിന്റെ IT സെല്ല് കൈകാര്യം ചെയ്യുന്ന വ്യക്തി, അദ്ദേഹം അതിനെ ഏറ്റുപിടിക്കുന്നു. ജോർജ് കുര്യൻ ഏറ്റുപിടിക്കുന്നു. അനിൽ ആന്റണി ഏറ്റുപിടിക്കുന്നു. സകലരും ഏറ്റുപിടിക്കുന്നത് കോൺഗ്രസ് പറഞ്ഞത് കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വക്രീകരിച്ച് ചിത്രീകരിച്ച് കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികൾക്കിടയിൽ ഒരു ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത അത് ഉണ്ടായി എന്നുള്ളതിന്റെ തിരിച്ചറിവിൽ തന്നെയാണ് വളരെ കൃത്യമായി അതിൽ 4-5 പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്നും എന്തുകൊണ്ട് ഇത് പിൻവലിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വളരെ മാന്യതയോടുകൂടി തന്നെ കോൺഗ്രസ് ഇതിൽ. അല്ല ഡോക്ടർ സരീൻ, താങ്കൾ പറയുന്നത് വളരെ സതുദ്ദേശത്തോടെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്ന് പറയുന്നു. അതിനെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് പറയുന്നു BJPയുടെ നേതാക്കന്മാർ. അങ്ങനെയാണെങ്കിൽ ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയല്ലേ വേണ്ടത്? നിങ്ങൾക്ക് സതുദ്ദേശമാണെങ്കിൽ നിങ്ങൾ ആ പോസ്റ്റിൽ ഉറച്ചു നിൽക്കണ്ടേ? നിങ്ങൾ എന്തിനാണ് അത് പിൻവലിച്ചത്? അനിൽ എന്നെ
വാചകം അടിച്ച് തോൽപ്പിക്കാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആവാം. ഞാൻ എന്റേതായിട്ടുള്ള എല്ലാ കൃത്യമായ വസ്തുതകളും അനിലിന്റെ മുമ്പിലേക്ക് വെച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മോഡിയെ ട്രോളിയതിൽ, അദ്ദേഹത്തെ ദൈവം എന്ന് വിളിച്ച് ട്രോളിയതിൽ ലവലേശം നമുക്ക് ഇപ്പോഴും ഒരു തരത്തിലും നമുക്കതിൽ ഒരു തെറ്റ് പറ്റി എന്നുള്ള തോന്നലില്ല. കാരണം സ്വയം ദൈവപുത്രനാണ് എന്നും അവതാര പുരുഷനാണ് എന്നും അവകാശപ്പെടുകയും ഞാൻ ബയോളജിക്കൽ അല്ല, എൻ്റെ അമ്മയല്ല എന്നെ ജനിപ്പിച്ചത് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് എന്ന് പച്ചയ്ക്ക് ടെലിവിഷൻ ചാനലുകളുടെ മുന്നിൽ പറയുകയും തന്റെ ദേശീയ നേതാക്കളെ കൊണ്ട് BJPയുടെ അധ്യക്ഷനെ കൊണ്ട് തന്നെ ദൈവം എന്ന് വിളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനെ ഇത്തരത്തിലൊരു വേദിയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹമാണ് G7ന്റെ നടത്തിപ്പുകാരൻ എന്നുള്ള തോന്നലിലേക്ക് അദ്ദേഹത്തിന്റെ PR വർക്കുകൾ എക്സിലാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നടക്കുമ്പോൾ ജനത്തിന്റെ മുന്നിലേക്ക് അത് എന്തുകൊണ്ട് എങ്ങനെ എന്ന് പറയുന്നതിന്റെ നിരുപദ്രവകരമായ ഒരു ട്രോൾ തന്നെയാണ് കോൺഗ്രസ് ഉദ്ദേശിച്ചത്. ആ ട്രോളിൽ പക്ഷേ ദുഷ്ടലാക്കുകൾ കണ്ടുകൊണ്ട് ഒരു മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധം ഈ കേരളത്തിലെ ക്രൈസ്തവ മതവിശ്വാസികളെയും ലോകത്തെ ക്രൈസ്തവ മതവിശ്വാസികളെ തന്നെയും കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനവുമായി ചേർത്ത് അതിനെ വക്രീകരിച്ച് ചിത്രീകരിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ കോൺഗ്രസിന്റെ ഉത്തരവാദിത്ത ബോധത്തിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് തെറ്റിദ്ധരിക്കപ്പെട്ടതിൽ ക്ഷമ ചോദിക്കുക എന്ന് തന്നെയാണ്. ആ തെറ്റിദ്ധാരണ ഒരിക്കലും പോപ്പിനെ മോശമായി ചിത്രീകരിക്കാനോ പോപ്പിന്റെ ദൈവ വിളികളെ പറ്റി ഉള്ള തെറ്റായ വ്യാഖ്യാനങ്ങൾക്ക് ഇടം കൊടുക്കാനോ ഒരു സാധ്യത പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി കൊണ്ടാണ്. അപ്പോഴും ഞാൻ അനിലിന്റെ ചോദ്യത്തിന് വ്യക്തത വരുത്തിക്കൊണ്ട് പറയുന്നു, മോഡിയെ അങ്ങനെ ട്രോളുക എന്നുള്ളത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെയായിരുന്നു. അതിൽ ലെവലേശവും നമുക്ക് തെറ്റ് തോന്നുന്നില്ല. അതിനുള്ള വസ്തുതകളും ഞാൻ പറഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വന്നത് എന്നുള്ളതിനും കാര്യകാരണ സഹിതം ഞാൻ പറയാൻ ശ്രമിച്ചു എന്നാണ് എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കാനുള്ളത്. വിദ്യാസാഗർ ഗുരുമൂർത്തി, കേരളത്തിലെ കോൺഗ്രസ്സിന് തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. ദോഷൈക ദൃക്കുകളായ എനിക്കും നിങ്ങൾക്കും അതുപോലെ നമ്മുടെ നാരായണൻ നമ്പൂതിരി സാറിനുമൊക്കെയാണ് തെറ്റ് പറ്റിയത്. മോദിയെ ട്രോളുകയായിരുന്നു ആത്യന്തികമായി കോൺഗ്രസിൻ്റെ ലക്ഷ്യം. പക്ഷേ അവർ എയ്ത അസ്ത്രം കൊണ്ടത് പോപ്പിനാണ്. ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും അവർ ഉൾക്കൊള്ളുന്നില്ല എന്നാണ് ഞാൻ സരിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതെ, അങ്ങ് കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇവിടെ ഡോക്ടർ സരിൻ പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു. കോൺഗ്രസ് ഒരിക്കലും തിരുത്താൻ തയ്യാറല്ല, കോൺഗ്രസ് വീണ്ടും കുഴിയിലേക്ക് പോകാനുള്ള തിരക്കിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ള ഒരു സംവോട്ട് ഒരു മെജോറിറ്റിയുടെ ചെറിയ കുറവ് വന്ന BJPയെ 4 തരത്തിൽ നിന്ന് ആക്രമിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അധികാരത്തിൽ വരാമെന്ന ചില സ്വപ്നങ്ങൾ കോൺഗ്രസിന്റെ ക്യാമ്പുകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം മോദി ഏറ്റവും നല്ലൊരു പെർഫോമറായ പ്രൈം മിനിസ്റ്റർ ആയിട്ട് പോലും അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാതെ അദ്ദേഹം ഫോട്ടോ എടുത്തു, കുട്ടികളെ പോലെ നടുവിൽ നിന്ന് ഫോട്ടോ എടുത്തു, അല്ലെങ്കിൽ അദ്ദേഹം പുതിയ കോട്ട് ധരിച്ചു, നിറമുള്ള കോട്ടുകൾ ധരിക്കുന്നു, ഷൂസ് ധരിക്കുന്നു, തൊപ്പി ധരിക്കുന്നു. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വിഷമം ഉണ്ടാക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഒരു വളരെ നല്ല രീതിയിൽ സഞ്ചരിക്കുന്നു, എല്ലാ രാഷ്ട്ര തലവന്മാരോട് ചർച്ച നടത്തുന്നു. അവരിൽ പലരും അദ്ദേഹത്തെ ആ പ്രോട്ടോകോൾ മറന്നിട്ട് കെട്ടിപ്പിടിക്കുകയും വളരെ സ്വന്തം സഹോദരനോട് പെരുമാറുന്ന പോലെയുള്ള സൗഹാർദ്ദം കാണിക്കുകയും ചെയ്യുമ്പോൾ കോൺഗ്രസിന് അവിടെ കാണാനാവുന്നത് ഇതാ BJPയിൽ ഒരു ലോക നേതാവ് ഉയർന്നു വന്നിരിക്കുന്നു. ആ ലോക നേതാവ് ഉള്ളിടത്തോളം BJPയുടെ പൂർണ്ണ പരാജയം അസാധ്യമാണെന്ന തോന്നലാണ്. അപ്പൊ എന്താണ് പറയാൻ പറ്റുക? നിങ്ങൾക്കറിയാമല്ലോ, കഴിഞ്ഞ ഇലക്ഷൻ തൊട്ട് മുമ്പ് വരെ ശ്രീമാൻ നരേന്ദ്രമോദിയെ പറ്റി ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ആരോപണം ഇന്ത്യയിൽ എല്ലാ ജനങ്ങളുടെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ വീതം ഇട്ടുകൊടുത്തുകൊള്ളാം എന്ന് മോദി പറഞ്ഞു എന്നായിരുന്നു. അപ്പൊ കോൺഗ്രസിന്റെ ഒരു വക്താവ് പോലും എവിടെയാണ് മോദി ഞാൻ അധികാരത്തിൽ വന്നാൽ എല്ലാവരുടെയും പോക്കറ്റിലേക്ക് 15 ലക്ഷം രൂപ ഇട്ടുതരാമെന്ന് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവില്ല. ഹിന്ദിയിൽ അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തെ വളച്ചൊടിച്ചിട്ട് ലോക ബാങ്കിൽ സ്വിസ് ബാങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കൾ അടക്കമുള്ളവർ കൊണ്ടുപോയി ഇന്ത്യ കൊള്ളയടിച്ച് സൂക്ഷിച്ചിട്ടുള്ള കോടികൾ തിരിച്ചു കൊണ്ടുവരാമെങ്കിൽ അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും 15 ലക്ഷം വീതം എടുക്കാൻ അത്രയും ഭീമമായ ഒരു തുക ഞാനൊരു വിരൽ ഉയർത്തിയിരുന്നു 1 മിനിറ്റായിട്ട്.
ഞാനത് വേറൊന്നിനുമല്ല, വിദ്യാസാഗർ വളരെ പരാമർശമാണ് പ്രിയപ്പെട്ട വിദ്യാസാഗർ നടത്തുന്നത് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ കൈ അതെ വഴങ്ങുന്നില്ല. Yes, yes. Malayalam debate. If you talk in English, I can very well give you back in English. I'm telling you, Please as if you don't understand Malayalam. As if you don't When you understand utter Malayalam. nonsense, Please try that to moment shut I had to up correct speaking. you. അതുകൊണ്ടാണ് ഞാൻ Please, പറഞ്ഞത് please. താങ്കൾ വസ്തുതാവിരുദ്ധമായി അദ്ദേഹത്തിന് അനുവദിക്കപ്പെട്ട സമയമാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞു പൂർത്തിയാക്കട്ടെ. Please, താങ്കളിലേക്ക് വരാം. ആയിരുന്നു ഒന്ന് രണ്ട് പ്രാവശ്യം. Yes, yes. Please. അനിലേ, ദയവ് ചെയ്ത് ഒന്ന് രണ്ട് പ്രാവശ്യം. അതെ 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 ഞാൻ വരാം എന്തായാലും നോക്കൂ വിദ്യാസാഗർ സരിൻ, ഡോക്ടർ സരിൻ, ഇത് AICC കാളച്ചന്തയല്ല. ദയവ് ചെയ്തിട്ട് please. ഇവിടെ അത് മനസ്സിലാക്കിക്കൊള്ളാം. Please. അപ്പോ ഞാൻ പറഞ്ഞത് ഇവിടെ മോദിയെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നുള്ള അതിന്റെ മർമ്മത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഇപ്പോ പോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ, ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളുടെ ആരാധ്യ പുരുഷനാണ്. മാത്രമല്ല റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനപ്പേര് തന്നെ. അങ്ങനെ ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ലോകമെമ്പാടുള്ള ക്രിസ്ത്യാനികൾ ആദരിക്കുന്ന ഒരു വലിയ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു രാജ്യത്തലവനും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആലിംഗനം ചെയ്യുകയും ഭാരതത്തിലേക്ക് വരാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയും ചെയ്യുമ്പോൾ ഭാരതത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് പേരിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം എഴുതിയിരിക്കുന്ന കോമന്റ് എന്താണ്, എക്സിൽ എഴുതിയിരിക്കുന്ന കോമന്റ് എന്താണ്? അതായത് ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത് അവസാനം പോപ്പ് ദൈവത്തെ കാണുന്നു എന്നാണ്. സത്യത്തിൽ ഈ ട്രോളിന്റെ അവരുദ്ദേശിക്കാത്ത തലത്തിലുള്ള മാനങ്ങൾ ഉണ്ടായിപ്പോയത് പോലും ദൈവഹിതമാണ്. കാരണം മോദി ദൈവമാണെന്ന് സ്വയം പ്രഖ്യാപിച്ചു എന്ന് കളിയാക്കിക്കൊണ്ട് ഇലക്ഷൻ നേരിട്ട ഇവർ ഇപ്പോഴിതാ ക്രിസ്ത്യാനികളുടെ ലോകമെമ്പാടുമുള്ള തലവനെ ഇതുവരെ അദ്ദേഹം ദൈവത്തെ കണ്ടിട്ടില്ല, ദൈവാനുഭവം ഇല്ലാത്ത ആളാണ്, അദ്ദേഹത്തിന് ഒരു തരത്തിൽ ആത്മീയ അനുഭവം ഇല്ല എന്ന് പറയുന്ന പോലല്ലേ മോദിയെ കണ്ടാൽ ദൈവത്തെ കണ്ടു എന്ന് പറയുന്നത്. ഇനി വേറൊരു ചോദ്യം ഇതിലുണ്ട്. അതായത് സെമിറ്റിക് മതങ്ങളുടെ കാഴ്ചപ്പാടിലാണ് ആകാശത്തിൽ സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവമുള്ളത്. ഭാരതത്തിന്റെ ആധ്യാത്മിക കാഴ്ചപ്പാടിൽ ശങ്കരാചാര്യ അടക്കമുള്ളവർ പറഞ്ഞിട്ടുള്ളത് അഹം ബ്രഹ്മാസ്മി എന്നുള്ള വൈദിക തത്വത്തെയാണ്. ഇവിടെ ഏതൊരു മനുഷ്യനും ആ പരിപൂർണ പരമാത്മാവായി തീരാനുള്ള ഓപ്ഷനുള്ള ഒരു മത സംവിധാനമാണ്, ധർമ്മ സംവിധാനമാണ് നമുക്കുള്ളത്. അപ്പൊ മോദി വളരെ തപസ്സുള്ള ആത്മീയ നിഷ്ഠയുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആയിരിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ 17 വയസ്സ് മുതൽ തന്നെ അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള വളരെ ആഴത്തിലുള്ള ധ്യാനവും തപസ്സും ഉള്ള ആളാണ്. ആ മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞോ നിങ്ങൾ എന്നെ ആരാധിക്കൂ ഞാൻ ദൈവമാണെന്ന്, പക്ഷെ നിങ്ങൾ അത് പ്രചരിപ്പിക്കുന്നതിന്റെ കാരണം ഈ മനുഷ്യൻ ലോകമെമ്പാടും ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു വലിയ സ്വാധീനം, അതായത് ലോക ജനതയുടെ നടുവിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു സ്വാധീനം, ഇന്ത്യക്ക് ഒരു സേവിയർ വന്നിരിക്കുന്നു എന്ന ഒരു സ്വാധീനമാണ്. സരിന് വേണമെങ്കിൽ അമേരിക്കയിലുള്ള സുഹൃത്തുക്കളെ വിളിച്ചു നോക്കൂ. സാം പിത്രോടെ പോലെയുള്ള അത്തും പുത്തും ആൾക്കാരെ അല്ല ചോദിക്കേണ്ടത്. അവിടെയുള്ള സാധാരണക്കാരായ ഭാരതീയ ജനങ്ങളോട് ചോദിക്കൂ എന്താണ് മോദിയെ പറ്റി US-ലും UK-യിലും മറ്റുമുള്ള അഭിപ്രായം ചോദിക്കൂ. അവർ പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നാഥൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മോദി ഫോട്ടോ എടുക്കാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നു. ഈ പിന്നെ മൗണ്ട് ബാറ്റന്റെ താടി വടിച്ചു കൊടുത്ത ചിത്രമൊന്നും അല്ലല്ലോ മോദി എടുത്തത്. ബ്രിട്ടീഷുകാരന്റെ താല്പര്യവും ഹിതവും അനുസരിച്ച് അവന് താടി വടിച്ചു കൊടുത്ത നെഹ്റുവിന്റെ ഫോട്ടോ കാണുമ്പോൾ നെറ്റി ചുളിയാത്ത ചൂളിപ്പോത്ത കോൺഗ്രസ്സുകാരന് മോദി G7 പോയിട്ട് ഫോട്ടോ എടുത്താൽ ഉടനെ നെഞ്ചു പൊള്ളുകയാണ് എന്ന് പറഞ്ഞാൽ ഇവർ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ രാജ്യത്ത് നിലകൊള്ളുന്നത്? നമ്മുടെ പ്രധാനമന്ത്രി ലോക രാജ്യങ്ങളുടെ ഇടയിൽ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അഭിമാനിക്കേണ്ടതിന് പകരം അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞ് താറടിക്കാൻ വേണ്ടിയിട്ട് ട്രോൾ ഇറക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ സത്യത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്, നേരത്തെ സരിൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ വിഭാഗങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയാണ് BJP ശ്രമിച്ചതെന്ന്. ഞാൻ ഒരു കാര്യം പറയാം, കേരളവും കൂടി, ഞാനിത് സരിൻ എഴുതി വെച്ചോളൂ, കേരളവും കൂടി കോൺഗ്രസിന് നഷ്ടപ്പെടാൻ പോവുകയാണ്. ഞാൻ പറയാൻ കാരണം നിങ്ങൾ ആ വോട്ടിംഗ് ട്രെൻഡ് നോക്കൂ. കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി അഴിമതിയുടെ ചളിക്കുണ്ടിൽ പൂണ്ട് കിടക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇവിടെ പലരും കോൺഗ്രസ് എന്നൊരു ഓപ്ഷനെ പറ്റിയൊക്കെ ഈ ലോക്സഭാ ഇലക്ഷൻ ചിന്തിച്ചത്. പക്ഷേ നോക്കിക്കോളൂ, അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത് BJP അനിഷേധ്യമായ വലിയൊരു ശക്തിയായി ഉയരുക തന്നെ ചെയ്യും. ഏറ്റവും കൂടുതൽ കത്തോലിക്ക വിശ്വാസികളുള്ള തൃശ്ശൂരിൽ സുരേഷ് ഗോപി എന്ന വ്യക്തി വിജയിച്ചുവെങ്കിൽ അതിന്റെ കാരണം ഇപ്പോൾ ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് വലിയ തോതിലുള്ള അരക്ഷിതാവസ്ഥ ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാവുന്നുണ്ട്. ആ കേന്ദ്രങ്ങൾ ആരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അവർ ഉണ്ടാക്കിവിടുന്ന തീവ്രവാദ ഭീഷണി ആണ് മറ്റെന്തിനേക്കാളും ക്രിസ്തീയ സഭ ഗൗരവമായിട്ട് കണക്കാക്കുന്നത്. ബിക്കോസ് ഇറ്റ് ഇസ് എ ഗ്ലോബൽ ഇഷ്യൂ. കാരണം അവരുടെ പള്ളികൾ, ഹാഗിയ സോഫി അടക്കമുള്ള പള്ളികൾ, ഈ അടുത്ത് റീസെന്റ് ഒരു പള്ളിയും കൂടെ
ഈ പറഞ്ഞ തീവ്രവാദി വിഭാഗങ്ങൾ പിടിച്ചെടുത്തു. അപ്പൊ അവരെ സംബന്ധിച്ച് ആഗോള തലത്തിൽ ക്രിസ്ത്യാനികളെ ഏറ്റവും കൂടുതൽ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി തുരത്തി ഓടിക്കുന്നത് ഇസ്ലാമിക തീവ്രവാദ ശക്തികളാണ്. കേരളത്തിലും ഇന്ത്യ ഒട്ടുക്കും ഈ ഇസ്ലാമിക ഭീകരവാദ ശക്തികളെ തൊട്ടും തലോടിയും കൊഞ്ചിച്ചും കഴിയുന്ന ഇടതുവലത് ശക്തികളെ സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനിയും ഹിന്ദുവും 99% വേർതിരിക്കുന്ന അവസ്ഥയാണ്. മോദിയെ കുറെ കൂടെ ചീത്ത പറയുമ്പോൾ ഒരു കാര്യം പറയാം, അടുത്ത ലോക്സഭാ ഇലക്ഷൻ വരുമ്പോഴേക്ക് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഉപ്പുവെച്ച കലം പോലെ എന്നുള്ള ഇതിപ്പോ എഴുതി വെച്ചോളൂ. ഞാനും അങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ പറയാം. ഭാരതത്തിൽ മോദി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു സുരക്ഷിതത്വ ബോധം. അപ്പൊ നിങ്ങൾ മണിപ്പൂർ എന്ന് പറയും, ക്രിസ്തീയ സഭയുടെ തന്നെ മേലധ്യക്ഷന്മാർ പറഞ്ഞു അത് ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ളവർക്ക് വഴക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ ഇന്നു മുതല്ല, ഈ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇതിലും വലിയ എത്രയോ വർഗീയ കലാപങ്ങൾ മണിപ്പൂരിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ കണക്ക് പറയാം. കോൺഗ്രസിന്റെ റെജീം ഉണ്ടായിരുന്ന കാലങ്ങളിൽ മണിപ്പൂരിൽ ക്രിസ്തീയ വിഭാഗവും മറ്റു ഗോത്ര വിഭാഗം തമ്മിൽ ഉണ്ടായിട്ടുള്ള കണക്കുകൾ ഞാൻ പറയാം. കേവലം മോദി ഭരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇതൊരു BJPയുടെ ഡിസൈൻ അല്ല, ഇത് കാലങ്ങളായിട്ട് അവിടെ തുടർന്നു വരുന്ന ഒരു ഇന്റേണൽ കോൺഫ്ലിക്ട് മാത്രമാണ്. പക്ഷേ ലോക രാജ്യങ്ങളുടെ ഇടയിൽ മോദി സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ഭാരതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒരു സുഭിക്ഷതയുടെ കാഴ്ചപ്പാടും മാത്രമല്ല, ഇവിടെ ഒരു സുരക്ഷിതമായ സർക്കാർ ഉണ്ടെന്ന ബോധ്യവും എല്ലാവർക്കും, അത് ഡൗൺ ടു ഇപ്പൊ പുതിയ വോട്ടേഴ്സ് വരെ, 18 വയസ്സ് തികഞ്ഞ പുതിയ വോട്ടർക്ക് വരെ അത് തോന്നി തുടങ്ങിയിട്ടുണ്ട്. എത്ര കാലം നിങ്ങൾ ഈ 15 ലക്ഷത്തിന്റെയും ദൈവത്തിന്റെ അവതാരത്തിന്റെയും കഥ പറഞ്ഞു തുടരും നമുക്ക് കാണാം. ഏതായാലും മോദി എടുക്കുന്ന ഫോട്ടോ മൗണ്ട് ബാറ്റന് ചെരച്ചു കൊടുത്ത ഫോട്ടോ അല്ലെന്ന് ഞാൻ എല്ലാ ശക്തിയോടും കൂടിയിട്ട് സരിനോടും സെൻട്രൽ പാർട്ടിയോടും പറയാൻ ആഗ്രഹിക്കുക. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, മണിപ്പൂരിലെ ഗോത്രവിഭാഗ കലാപം ഉയർത്തിക്കാട്ടി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പ്രയോഗം, ഒരു മിനിറ്റ്, അദ്ദേഹത്തിന്റെ ആ പ്രയോഗം അവിടെ ഒന്ന് ഖണ്ഡിക്കാതെ പോകുന്നത് ശരിയല്ലാത്തത് കൊണ്ട് മാത്രമാണ്. അതിന് സമയം തരുന്ന് പ്രതീക്ഷിക്കുന്നു. തരാം, ഞാൻ എന്തായാലും വരാം. സരിൻ, താങ്കളിലേക്ക് ഞാൻ വരും. ഓക്കെ, അനിൽ, ഞാൻ വരാം. സരിൻ വരാം. ഒരു മിനിറ്റ്, നമ്മുടെ ചർച്ചയിൽ ഒരു അതിഥി കൂടി പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തിലേക്ക് കൂടി ഞാനൊന്ന് പോയിക്കൊള്ളട്ടെ പ്ലീസ്. പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യൻ, അപ്പോൾ ആ കലാപം ഉയർത്തിക്കാട്ടി കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിച്ചവ മാത്രമല്ല, നാർക്കോട്ടിക് ജിഹാദ് എന്നൊരു പരാമർശം നടത്തിയപ്പോൾ പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടവർ ഇപ്പോൾ മൗനത്തിലാണ്. എന്തുകൊണ്ട് മൗനം ഭജിക്കുന്നു അവർ? അല്ല, ഇതിൽ ആദ്യമായിട്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന സീനിയർ ആയിട്ടുള്ള സന്യാസിമാരിൽ ഒരാളാണ്. ഒരു അച്ഛനോ മെത്രാനോ മാർപ്പാപ്പയോ ഒക്കെ ഒരാളാകുന്നത് ലേറ്ററാണ്. അദ്ദേഹം സന്യാസം അക്സെപ്റ്റ് ചെയ്ത് സഭയിൽ പുരോഹിതനായി അത് കഴിഞ്ഞ് പടിപടിയായിട്ട് ഉയർന്നാണ് മാർപ്പാപ്പയാകുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് ലോകത്തെ 150 കോടി ഇന്ത്യൻ ജനതയെ നയിക്കുന്ന സന്യാസിയാണ് മോഡിജി. അതായത് ലോകത്തിലെ വലിയൊരു വിഭാഗം, ഏകദേശം 40% ക്രിസ്ത്യാനികളുടെ തലവനാണ് സന്യാസിയായിട്ടുള്ള ഫ്രാൻസിസ് പാപ്പ. അതുപോലെ തന്നെ 150 കോടി ജനങ്ങളുടെ നേതാവാണ് മോഡിജി. ഇവര് രണ്ടുപേര് കണ്ടുമുട്ടുമ്പം അവര് സന്തോഷത്തോടെയും അന്താരാഷ്ട്ര കാര്യങ്ങൾ പങ്കുവെക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ. ഇതിനു മുമ്പും അവർ മോഡിജി റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടിട്ടുണ്ട്. ഇപ്രാവശ്യം സമ്മേളനത്തിന് വന്നപ്പം കണ്ടു. അവര് ഹഗ് ചെയ്യോ അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കുകയോ അല്ല അവരുടെ സന്തോഷം പങ്കുവെക്കുകയോ പല ആൾക്കാരുടെ കാര്യങ്ങൾ അവർ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നത് ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യക്ക് അഭിമാനകരമാണ്. ഇവിടെയുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം ഉളവാക്കുന്നുണ്ട്. അതിന്റെ കാരണം വത്തിക്കാൻ നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നേഷനാണ്. ഇന്ത്യ ഉണ്ടായപ്പോൾ തുടങ്ങി 1947 തുടങ്ങി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, നമ്മളുമായിട്ട് നയതന്ത്ര ബന്ധമുള്ള ഒരു ഫ്രണ്ട്ലി രാജ്യമാണ്. ഇന്ത്യയെ പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുകയും ഇന്ത്യ പല കാര്യങ്ങളിലും പിന്തുണയ്ക്കുന്ന ഇതാണ്. അത് ഇവരുടെ കോൺഗ്രസുകാരുടെ കുട്ടിക്കളിക്ക് ഉപയോഗിക്കാനുള്ള ഒരു സബ്ജക്റ്റ് അല്ല ആദ്യം. അതായത് മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അപ്പന്റെ മുഖത്ത് ചെര പിടിക്കരുതെന്ന്. കോൺഗ്രസിനോട് അതാണ് പറയാനുള്ളത്. അപ്പന്റെ മുഖത്ത് ചെര പിടിക്കുന്ന പരിപാടിയായിട്ട് കോൺഗ്രസ് ഇറങ്ങരുത്. അതാണ് ചെയ്യേണ്ടത്. ഒന്ന്, മോഡിജി ഏത് പാർട്ടിപ്പെട്ട ആളും ആയിക്കോട്ടെ, അദ്ദേഹം രാഷ്ട്രത്തലവനാണ്, മറ്റേ ആള് ക്രിസ്ത്യാനികളുടെ തലവനുമാണ്. കോൺഗ്രസിന് എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 2021 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷവും സെപ്റ്റംബർ 2022 PFIയുടെ റെയ്ഡും കഴിഞ്ഞ ശേഷം വലിയൊരു എക്കോസിസ്റ്റം, ഇടതുമുന്നണിയിൽ ഉണ്ടായിരുന്ന ഇടത് ജിഹാദി എക്കോസിസ്റ്റം കംപ്ലീറ്റ് കോൺഗ്രസിലോട്ട് ഒഴുകി വന്നു. അവരാണ് ഇപ്പൊ കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ മുഴുവൻ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഓൾറെഡി പോരാളി ഷാജി അങ്ങനെയുള്ള ടീമുകളൊക്കെ, പണ്ട് പാകിസ്ഥാൻ ചോദിച്ചിട്ട് ടിക്കറ്റ് കിട്ടാത്തവരുടെ കൊച്ചുമക്കള്, പണ്ട് ഖിലാഫത്ത് ഉണ്ടാക്കി കേരളത്തിൽ ജനോസൈഡ് ഉണ്ടാക്കിയവരുടെ കൊച്ചുമക്കള്, ഇവരെല്ലാം കൂടെ കോൺഗ്രസിലോട്ടും UDFലോട്ടും വന്ന് കയറിയിരിക്കുകയാണ്. അതിഭയങ്കരമായിട്ടുള്ള ഇന്ത്യ വിരോധം, ഹിന്ദു വിരോധം, ക്രിസ്ത്യാനി വിരോധം, ഇവരെല്ലാം വന്ന് കയറിയിരിക്കുകയാണ്. പല ജില്ലകളിൽ നിന്നും കോൺഗ്രസിൽ, കേരളത്തിൽ നോക്കിയാൽ ഇപ്പൊ വയനാട്
ക്രിസ്ത്യൻ നേതാക്കന്മാരെ മുഴുവൻ പുറത്താക്കി. അവിടുത്തെ പഴയ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, അവർ പാർട്ടി വിട്ടു പോകേണ്ടി വന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു എന്നും പറഞ്ഞ് അവിടെയുള്ള ക്രിസ്ത്യൻ നേതാക്കന്മാരെ മൊത്തം പുറത്തോട്ട് വിടുകയാണ്. അവിടെ ഉണ്ടായിരുന്ന MLA-മാര്, മറ്റ് നേതാക്കന്മാര്, ജില്ലാ നേതാക്കന്മാരെ എല്ലാം കോൺഗ്രസ് പുറത്താക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനാ കോൺഗ്രസ് എന്നും പറഞ്ഞിരിക്കുന്നത്? പച്ചക്കൊടിയും പിടിച്ചങ്ങ് ചാടിയാ പോരെ? ഇത് കൂട്ട് പാകിസ്ഥാൻ കോൺഗ്രസ് ആയാ പോരെ? ഇത്രയും ബുദ്ധിമുട്ടുന്നത് എന്തിനാ? ഇത്രയും നാണക്കേട് കാണിക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ജിഹാദികളെ മതിയെങ്കിൽ അവരുടെ കൂടെ പൊക്കോ. കോൺഗ്രസ് ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിസ്ത്യാനിയെ എക്കാലവും പൊട്ടം കളിപ്പിക്കാം, മണ്ടനാക്കാവുന്നൊന്നും കരുതരുത്. ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. നിങ്ങളുടെ ഉദ്ദേശം എല്ലാം കൃത്യമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങളുടെ പോപ്പിനെ കയറി തൊട്ടേച്ച് അങ്ങനെ ഈസി ആയിട്ട് അങ്ങ് പോകാമെന്നും വിചാരിക്കേണ്ട. ഇതിനെതിരെയൊക്കെ നിയമപരമായ നടപടികൾ വരും. കാരണം നരേന്ദ്രമോദിക്ക് ലോകത്ത് കിട്ടുന്ന അംഗീകാരം എന്ന് പറയുന്നത് ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയാണ്. അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് കിട്ടുന്ന അംഗീകാരം വേറെ, ഇന്ത്യക്ക് കിട്ടുന്ന അംഗീകാരവും കൂടിയാണ്. അപ്പൊ അതിനെ പോയി നശിപ്പിക്കാൻ വേണ്ടി ഇവർ ശ്രമിക്കുന്നതിൻ്റെ അകത്ത് ഇവരുടെ അസൂയ തന്നെയാണ്. ഇവരുടെ പഴയ നേതാവ് നെഹ്റുവും ആദ്യം പ്രധാനമന്ത്രി പദം കിട്ടിയപ്പോൾ ലോക നേതാവാകാൻ പരിശ്രമിച്ചു. പക്ഷേ ഈ ചേരിചേരാ നയം എന്നും പറഞ്ഞ അർത്ഥമില്ലാത്ത ഒരു നയം ഉണ്ടാക്കി, അത് പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി. നയം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇന്ത്യയുടെ 1/3 ഭാഗം കൂടെ ഇരുന്ന് ചൈനയെ അടിച്ചോണ്ട് പോയി ടിബറ്റ്. അങ്ങനെ അദ്ദേഹം ഇന്റർനാഷണൽ പരാജയമായി ദുഃഖത്തോടെ അവസാനം അദ്ദേഹത്തിന് മരിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ദിരാഗാന്ധി പിന്നെ ഏതൊക്കെയായാലും ആ പണിക്ക് പോയില്ല. അത് കഴിഞ്ഞ് രാജീവ് ഗാന്ധി വന്നു കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി ആ പണിക്ക് ചാടി ഇറങ്ങി ഇന്റർനാഷണൽ നേതാവാകാൻ ശ്രമിച്ചു. ശ്രീലങ്ക പോയി അടിയും കൊണ്ട് തിരിച്ചു വന്നു. അതുകൊണ്ട് അന്താരാഷ്ട്ര രംഗത്ത് ഇവരുടെ നെഹ്റു കുടുംബവും ഇവരുടെ കോൺഗ്രസും കോമാളിത്തരമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ആ കോമാളിത്തരം മുഴുവൻ പോയിട്ട് ഇപ്പൊ ഇന്ത്യക്ക് വില കിട്ടുന്ന ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞപ്പം ഇവർ ശുദ്ധ രാജ്യദ്രോഹമാണ്. ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിന്റെ IT ഹാൻഡിലുകൾ കാണിക്കുന്നത് ശുദ്ധ രാജ്യദ്രോഹമാണ്. സ്വന്തം രാജ്യത്തെ ഇവിടെ ഇരുന്ന് അപമാനിക്കുന്ന ഏറ്റവും അപമാനകരമായ നയമാണ് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ക്രിസ്ത്യാനികളെ ചാരേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെ തീർത്തോളുക. പക്ഷെ ഒരു കാരണവശാലും ഒരു മാർപ്പാപ്പ ഇങ്ങോട്ട് വരാനിരിക്കുന്നതാണ്. ഇവിടുന്ന് പോയി ആൾക്കാർ വിളിച്ച് മാർപ്പാപ്പ ഇങ്ങോട്ട് വരാമെന്ന് സമ്മതിക്കുന്ന ആൾക്കാരാണ്. അതുപോലെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ നിങ്ങൾ എന്തിനാ പാർട്ടിയിൽ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി വെച്ചോണ്ടിരിക്കുന്ന? ക്രിസ്ത്യാനികൾക്ക് ഇവിടെ ഇടമില്ല എന്ന് ഒറ്റ വാക്കി പറഞ്ഞാൽ പോരെ. വയനാട്ടിൽ പുറത്താക്കുന്നു, തൃശ്ശൂർ പുറത്താക്കുന്നു, മറ്റു ജില്ലകളിൽ പുറത്താക്കുന്നു. എന്തിനാ ഇത്രയും നാണം കെട്ടിയ ഒരു സമീപനം? നിങ്ങൾ ലീഗിൽ അങ്ങ് ലയിച്ചുകൂടെ? നിങ്ങൾക്ക് കോൺഗ്രസുകാർക്ക് ലീഗിന്റെ പ്രകടനപത്രികയാണ് 1936 പ്രകടനപത്രികയാണ് ഇപ്രാവശ്യം ഇലക്ഷന് കോൺഗ്രസ് യൂസ് ചെയ്തത്. പാകിസ്ഥാൻ ലീഗിന്റെ പ്രകടനപത്രികയാണ് യൂസ് ചെയ്തത്. സീറ്റും കൂടുതൽ കിട്ടി. അതുകൊണ്ട് ഒരു കാര്യം കൃത്യമായിട്ട് പറയുന്നു, ക്രിസ്ത്യാനികളുടെ ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ അപകീർത്തിപ്പെടുത്താനോ അന്താരാഷ്ട്ര ലെവലിലുള്ള അഭ്യാസങ്ങൾക്കോ കോൺഗ്രസ് മുതിരരുത്. ഈ വന്നിട്ടുള്ള PFIക്കാരോട്, നിങ്ങളുടെ പാർട്ടിയിലോട്ട് ഒരു 1.5 വർഷമായിട്ട് ഇടത്തിന്നും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കയറി വന്നിട്ടുള്ള PFIക്കാരോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാ. അല്ലാണ്ട് ഇതുപോലത്തെ അഭ്യാസം ഒന്നും ആയിട്ട് ഇറങ്ങണ്ട. അത് കഴിഞ്ഞാൽ അതിന് ന്യായീകരണവും ഇറക്കണ്ട. നിങ്ങളുടെ ക്രിസ്തീയ വിരോധം, കോൺഗ്രസിന്റെ ക്രിസ്തീയ വിരോധം വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലായിട്ടുണ്ട്. അത് വരും ഇലക്ഷനുകളിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. അല്ലാണ്ട് നിങ്ങളെ ആ രീതിയിൽ തന്നെ നിങ്ങൾ ഇങ്ങോട്ട് കാണിക്കുന്ന അഗ്രഷന് അതേ രീതിയിൽ തന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ മറുപടി തരികയും ചെയ്യും. അത് മനസ്സിലാക്കിക്കോളുക കോൺഗ്രസ്സുകാർ.